ഓക്കെ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയത് ലൂപ്സ് ആയിരുന്നു. നമ്മൾ അതിൽ സ്വിച്ച് എന്താണെന്ന് നോക്കി. അത് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇത് നമ്മുടെ ഡാർട്ട് സീരീസിലെ വീഡിയോസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മൾ ബേസിക് ഫ്രം സ്ക്രാച്ച് ഡാർട്ട് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ഓൾ ദീസ് വീഡിയോസ് ആൻഡ് ദിസ് ഇസ് ഫോർ കംപ്ലീറ്റ്ലി ബിഗിനേഴ്സ് സീരീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് അറിയില്ല, അതല്ലെങ്കിൽ ഡാർട്ട് നോളജ് നിങ്ങൾക്കൊന്ന് പോളിഷ് ചെയ്യണം, അതാണ് നമ്മളുടെ ഉദ്ദേശം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഡാർട്ടിലെ ലൂപ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ലൂപ്സ് ഉള്ളത്. പ്രോഗ്രാമിങ്ങിൽ എന്തിനാണ് ലൂപ്പ് ഉപയോഗിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ലൂപ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു സെർട്ടൈൻ ബ്ലോക്ക് ഓഫ് കോഡ് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണം അൺടിൽ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നവരെ. അപ്പോൾ നമുക്ക് അത്തരം കേസിൽ നമ്മൾ ഇപ്പോൾ നിങ്ങളോട് പറയുകയാണെന്ത്, ലെറ്റ് മീ റൈറ്റ് സം കോഡ് ഹിയർ. അപ്പോൾ നമ്മളോട് പറയുകയാണെന്ത്, പ്രിന്റ് യുവർ നെയിം 10 times എന്ന് പറയുകയാണ്, ലൈക്ക് ദിസ്. ഓക്കെ, ഞാനൊരു മെയിൻ ഫംഗ്ഷൻ എഴുതി. അപ്പോൾ നമുക്ക് അറിയുന്നത് ഇങ്ങനെയാണ്. ഞാനിവിടെ എന്ത് ചെയ്തു, പ്രിന്റ് യുവർ നെയിം. ഐ എം ഗോയിങ് ടു റൈറ്റ് സം നെയിം ഹിയർ. ആൻഡ് ഇത് 5 times അല്ലെങ്കിൽ 10 times എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ എഴുതും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം യു ആർ ആക്ച്വലി റിപ്പീറ്റിംഗ് കോഡ്സ്. സെയിം കോഡ് നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നെയും സെയിം കാര്യം എഴുതുകയാണ്. പക്ഷെ നമുക്കറിയാം എത്ര തവണ എഴുതണം. 5 തവണ എന്ത് ചെയ്യണം, യു നീഡ് ടു പ്രിന്റ് ദിസ്. അപ്പോൾ ഇത്തരം കേസിൽ നമുക്ക് ഈ സെയിം ഇതിപ്പോൾ ഒരൊറ്റ ലൈൻ കോഡേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കോഡ് ബ്ലോക്ക് ആവാം. അത്തരം കോഡ് ബ്ലോക്കുകൾ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം ടിൽ എ പെർട്ടിക്കുലർ കണ്ടീഷൻ മീറ്റ്സ്. ഇവിടുത്തെ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു, 5 times എന്നുള്ളത്, 5 പ്രാവശ്യം എന്നുള്ളതാണ്. അപ്പോൾ അത്രയും പ്രാവശ്യം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ നമ്മളെ പ്രോഗ്രാമിംഗ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് നോട്ട് എ ബെസ്റ്റ് വേ ടു റൈറ്റ് കോഡ്. അല്ലെങ്കിൽ ഈ കോഡ് ഒരിക്കലും എന്തല്ല, ഇറ്റ്സ് നോട്ട് എഫിഷ്യൻറ്റ്. അതല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് അല്ല ഇത്. അപ്പോൾ നമുക്ക് അത്തരം കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഡിപ്പെൻഡ് അപ്പോൺ ലൈക്ക് യുവർ ലൂപ്സിന് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൂപ്സ്. ലൈക്ക് ഫോർ ലൂപ്പ് ഉണ്ട്, ദെൻ യു ഹാവ് ഫോർ ഈച്ച് ലൂപ്പ് ഉണ്ട്. ഓക്കെ, ദെൻ യു ഹാവ് വൈൽ ലൂപ്പ്. While loop is there. Then you have do while loop. These are the loops, and you have different flavors of loops like for each, and you have for in loop. Okay. അപ്പോൾ നമ്മൾ പല സെനാരിയോയിൽ പല ആസ്പെക്റ്റിൽ വരുമ്പോൾ പലതരത്തിലുള്ള നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ റിക്വയർമെന്റ് അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. യു ക്യാൻ ഓപ്റ്റ് വൺ ഓഫ് ദീസ് ടൈപ്പ്. ഏത് ടൈപ്പാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ടൈപ്പിലുള്ള ലൂപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിന് നമ്മൾ ഓരോന്നും എടുത്തിട്ട് എന്താണ് അതിൻ്റെ സിൻടാക്സ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഫോർ ലൂപ്പിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് ഈസ് ആക്ച്വലി ദ മോസ്റ്റ് കോമൺ ടൈപ്പ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു പ്രോഗ്രാമറുടെ ഹാൻഡി ആയിട്ടുള്ള ടൂളാണ് എന്ത് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കോഡ് ബ്ലോക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ ലൂപ്പിന് ഒരു സിൻടാക്സ് ഉണ്ട്, നമുക്ക് അറിയുന്നതാണ് ആ സിൻടാക്സ്. ലെറ്റ് മീ റൈറ്റ് എ കമന്റ് ഹിയർ ഫോർ ദാറ്റ് സിൻടാക്സ്. ഓക്കെ, ഒരു മൾട്ടി ലൈൻ കമന്റ് ഞാൻ എഴുതി, ആൻഡ് യു നീഡ് ടു പുട്ട് എ സ്ലാഷ് ഓൾസോ ഹിയർ. ഓക്കെ, ആൻഡ് ഇവിടെ ഇതിന്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ദ കീവേഡ് ഇസ് ഫോർ, ദെൻ യു ഹാവ് ആൻ ഇനീഷ്യലൈസേഷൻ, then your condition. Okay, then your increment or decrement, then your loop statement, and inside this thing you can specify your loop statements. Initialization എന്ന് പറയുന്നത് നമുക്കൊരു കൗണ്ടർ വേരിയബിൾ ഉണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം സം വാല്യൂ യു ഹാവ് കൗണ്ടർ വേരിയബിൾ, ആൻഡ് വാട്ട് ഈസ് ദാറ്റ്, അതാണ് നമ്മളിവിടെ ഇനീഷ്യലൈസേഷൻ വേരിയബിൾ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ദെൻ കണ്ടീഷൻ ഡിഫൈൻ ചെയ്യുന്നത് എന്തായിരിക്കും, എത്ര പ്രാവശ്യം എന്ത് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഈ ലൂപ്പിനുള്ളിലുള്ള ലൂപ്പ് ബോഡി, ഈ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ഈ കലിബ്രേഷനുള്ളിൽ കിടക്കുന്ന ഇതാണ് എന്ത് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്നാവാം, ഒന്നിലധികം ആവാം, അത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണെന്ന് നമ്മൾ എവിടെ പറയുന്നത്, കണ്ടീഷനിൽ പറയുന്നത്. ദെൻ നമുക്ക് ഇൻക്രിമെന്റ് ഉണ്ട്. ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾക്ക് എത്ര വെച്ച് ഈ കൗണ്ടർ വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് എന്ത് ഇൻക്രിമെന്റ് ഡിഫൈൻ ചെയ്യുന്നത്. അത് ഡിക്രിമെന്റ് ആവാം, ഇൻക്രിമെന്റ് ആവാം.
ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ സിൻടാക്സ് ഫോർ ലൂപ്പ്. ദിസ് ഇസ് എ കൺവെൻഷണൽ ഫോർ ലൂപ്പ്. നമ്മളെ സ്റ്റാൻഡേർഡ് കൺവെൻഷണൽ ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് ആണിത്. ഈ ഫോർ ലൂപ്പിന്റെ ഡിഫറെന്റ് വേരിയൻസ് ആണ് ഫോർ ഇൻ ലൂപ്പ്, ഫോർ ഈച്ച് ലൂപ്പ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും, ഡോൺ വറി. ഓക്കെ, നമ്മൾ ഫ്രം സ്ക്രാച്ച് എല്ലാം ഡിസ്കസ് ചെയ്യും. നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ചെയ്ത് നോക്കാം. നമ്മൾ കുറെ തിയറി പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഇൻ പ്രാക്ടിക്കൽ എങ്ങനെയായിരിക്കും ഇത് ഹാപ്പൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്ക് വേണ്ടത് 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യണം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കേസ് എടുത്താൽ നിങ്ങൾക്ക് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു 1 മുതൽ 10 വരെ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് വേണം? യു നീഡ് എ ഫോർ ലൂപ്പ്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് ഈസ് ഇനീഷ്യലൈസേഷൻ വേരിയബിൾ ഇന്റ് ഐ ഈക്വൽ ടു 1. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. 1 മുതൽ എന്ന് പറഞ്ഞു, എത്ര വരെ, അതാണ് നമ്മളെ കണ്ടീഷൻ. ഐ എത്ര ആവണം? ഐ ലെസ് ദാൻ 10 കൂടി വേണമെങ്കിൽ ഈക്വൽ ടു 10 എന്ന് എഴുതാം. ദെൻ ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴും ഐ എന്ത് കൂട്ടണം? ഓരോന്ന് കൂട്ടണം. അപ്പോൾ നമ്മൾ ഐ പ്ലസ് പ്ലസ് എഴുതി. ഇത് നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ഓപ്പറേറ്റേഴ്സ് പഠിച്ചപ്പോൾ പഠിച്ചതാണ് ഈ പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? ഐ എന്ന് പറയുന്നത് എവിടെ? ഐയിലായിരിക്കും എന്തുണ്ടായിരിക്കുക? ഈ വാല്യൂ ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ പ്രിന്റ് ഐ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് ഇൻ ആക്ഷൻ ഇത് എങ്ങനെയായിരിക്കും വർക്ക്? ഞാൻ ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നുണ്ട് കോഡ്. ഓക്കെ, ഇൻ ആക്ഷൻ ഇത് എങ്ങനെയായിരിക്കും വർക്ക്? ഇനീഷ്യലി ഐ 1 ആണ്. ഓക്കെ, ആൻഡ് ദെൻ ചെക്ക് ചെയ്യും 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ 1 പ്രിന്റ് ചെയ്യും. ദെൻ 1 ഒന്ന് കൂട്ടി. അപ്പോൾ 1 പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ എന്തായി? 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? അല്ല. അങ്ങനെ പോയി എവിടം വരെ വരും? 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? കണ്ടീഷൻ എന്തല്ല? ഈ കണ്ടീഷൻ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായിരിക്കും? 10 ഈക്വൽ ടു ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ 10 കൂടി പ്രിന്റ് ചെയ്യും. എന്നിട്ട് ആയി 11 ആക്കി. ഇനി ഇവിടെ വന്നു 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? ആ കണ്ടീഷൻ ഫോൾസ് ആയി. അതായത് ഈ കണ്ടീഷൻ ട്രൂ അല്ല. 11 വലുത്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? ഇതിനുള്ളിലേക്ക് പോകില്ല. കൺട്രോൾ എവിടെ വരും? കൺട്രോൾ കംസ് ഹിയർ. ഓക്കെ, ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, ലെറ്റ്സ് റൺ ദിസ്. ഇത് റൺ ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് ഇവിടുന്ന് ടെർമിനലിൽ നിന്ന് റൺ ചെയ്യാം. അത് ഭയങ്കര ചെറുതായിട്ടായിരിക്കും കാണും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ടെർമിനൽ എടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്, യു ക്യാൻ കോൾ ദ ഡോട്ട് കമ്പൈലർ, ദെൻ യുവർ ഫയൽ നെയിം ഡോട്ട് ഡോട്ട് മെയിൻ ഡോട്ട് ഡോട്ട്. ഓക്കെ, നൗ യു ക്യാൻ സി ഇവിടെ കണ്ടോ 1 to 10 നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി. അപ്പോൾ ഇതാണ് എന്ത് യുവർ ട്രഡീഷണൽ ഓർ കൺവെൻഷണൽ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ച് പ്രിന്റ് ചെയ്യണമെങ്കിലോ എനിക്ക് 10 to 1 പ്രിന്റ് ചെയ്യണം. അപ്പം എന്ത് ചെയ്താൽ മതി? ഇതേപോലെ എന്ത് ചെയ്യാണ്? ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് 1 to 10 ആണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ താഴെ എനിക്ക് വേണ്ടത് 10 to 1 പ്രിന്റ് ചെയ്യണം. അതായത് ഇതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. ആൻഡ് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ആൻഡ് സം ഓഫ് യു നിങ്ങൾക്ക് ഓൾറെഡി ആ ലോജിക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഐ എം സ്റ്റാർട്ടിങ് ഫ്രം, നേരത്തെ നമ്മൾ 1 തുടങ്ങിയത്, ഇപ്പം നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട 10 ആദ്യം പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഐ സ്റ്റാർട്ടിങ് ഫ്രം 10 ആണ്. ദെൻ എന്ത് ചെയ്യണം? ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം? 1 എന്ന് എഴുതി. ദെൻ നേരത്തെ നമ്മൾ കൂട്ടുകയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഐ മൈനസ് ചെയ്യണം. ഓക്കെ, ദെൻ പ്രിന്റ് ദാറ്റ് ഐ. ഓക്കെ, രണ്ടും നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ സേവ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് ഒന്നുകൂടി റൺ ചെയ്തു. നൗ യു ക്യാൻ സി ദിസ് ഇസ് 1 to 10 ആൻഡ് ദിസ് ഇസ് നമ്മൾ കറക്റ്റ് ചെയ്തില്ല, 10 to 1 ആണത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? 10 ആദ്യം വരും, എന്നിട്ട് ലാസ്റ്റ് 1 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രഡീഷണൽ ഫോർ ലൂപ്പ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ഇപ്പോൾ എനിക്ക് 10 ടൈംസ് എൻ്റെ പേരാണ് പ്രിന്റ് ചെയ്യണമെങ്കിലോ യു ക്യാൻ റൈറ്റ് ഐ ഒഴിവാക്കിയിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? ഐ ക്യാൻ റൈറ്റ് മൈ നെയിം ഈസ് ആക്ച്വലി ജോബിൻ സെബാസ്റ്റ്യൻ. ഓക്കെ, സോ ഞാനിവിടെ എന്ത് ചെയ്തു? എൻ്റെ പേര് ഞാനിവിടെ എന്ത് ചെയ്തു? റൈറ്റ് ചെയ്തു, ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നൗ യു ക്യാൻ സി 10 ടൈംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ആദ്യം എഴുതിയ കോഡും ഈ കോഡും നോക്കുക. അവിടെ നമ്മൾ 10 ടൈംസ് നമ്മൾ ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിരുന്നു. നൗ നമ്മളതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഫോർ ലൂപ്പ് വെച്ച് നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് എഴുതി. ഒറ്റ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇത് എഴുതിയിട്ടുള്ളൂ. ആ റിഡൻഡൻസി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫോർ ലൂപ്പ് എഴുതുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേണ്ടത് ഒന്നുകൂടി കോംപ്ലക്സ് ആയിട്ട് നമുക്ക് പോകാം. ഞാനിതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഇവിടെ ക്ലിറ്റഡ് ആയിട്ട് കിടക്കും. ലെറ്റ് മീ ഡിലീറ്റ് ഓൾ ദിസ് കോഡ് ആൻഡ് സിൻടാക്സ് അവിടെ ഉണ്ടായിക്കോട്ടെ. ഇത് ഡിലീറ്റ് ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് ഐ നീഡ് ടു പ്രിന്റ് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. ഞാൻ ഇവിടെ എഴുതാം സം ഓഫ് n നാച്ചുറൽ numbers. These are some small examples, n natural numbers. So അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? I need to define int n equal to
ഓക്കെ ഇൻറ്റ് n ഈക്വൽ ടു 100. ഇപ്പോൾ 100 ആണ് എൻ്റെ എന്ത് എവിടം വരെ 100 ആണ്. ആൻഡ് ഐ ജസ്റ്റ് ഡിഫൈൻഡ് എ സം വേരിയബിൾ ഹിയർ ദാറ്റ് ഈസ് ഇനീഷ്യലി 0 ആണ്. ഇനി എനിക്ക് വേണ്ട എന്താണ് അതിൻ്റെ ഫോർ ലൂപ്പ് ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു 1 ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ദെൻ ഐ പ്ലസ് പ്ലസ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും, എവറി ടൈം നമ്മൾ ഐ എടുത്തിട്ട് എന്ത് ചെയ്യണം, സം ഈക്വൽ ടു ദാറ്റ് സം പ്ലസ് ദാറ്റ് ഐ. ഓക്കെ, ഇതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക? ദിസ് ഇസ് ആക്ച്വലി സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് എഴുതി, ഓർ സം പ്ലസ് ഇങ്ങനെ എഴുതാം. അത് സം പ്ലസ് ഈക്വൽ ടു ഓക്കെ. ആൻഡ് ഇനി എന്ത് ചെയ്യണം, ഔട്ട്സൈഡ് ദ ലൂപ്പ്, ഈ ലൂപ്പിന്റെ പുറത്ത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, എനിക്ക് സം ഒന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഞാനിത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിന്റ് ചെയ്തു. ആൻഡ് ഇവിടെ വന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ക്ലിയർ സ്ക്രീൻ. ഓക്കെ, നോ യു ഗോട്ട് എ വാല്യൂ 5050. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു, ഇത് എന്തിന് ഇക്വലന്റ് ആണ്, ഈ എഴുതിയത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഓപ്പറേറ്റേഴ്സിലൊക്കെ പഠിച്ചതാണ്. ദിസ് ഇസ് സം ഈക്വൽ ടു സം പ്ലസ് ഐ. ഇങ്ങനെ അങ്ങനെ എഴുതുന്നത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതാം. പക്ഷെ മറ്റത് ഒന്നുകൂടി ഒപ്റ്റിമൈസ്ഡ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ എഴുതാം, ആ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എഴുതാം. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയാലോ, അതായത് നമ്മൾ ഓരോ ഐ എടുക്കും, എന്നിട്ട് ആ സമ്മിൻ്റെ കൂടെ കൂട്ടും. ഇനീഷ്യലി സം 0 ആണ്, 0 പ്ലസ് ഐ 1 ആണ് സം. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതാം, കമൻറ്റ് ചെയ്തിട്ട്. ഫസ്റ്റ് ഇറ്ററേഷനിൽ ഇതാ സംഭവിക്കുക, സം എന്ന് പറയുന്നത് ഈക്വൽ ടു ഇനീഷ്യലി സം 0 ആണ്, 0 പ്ലസ് 1. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്, ആ ഇറ്ററേഷൻ കഴിഞ്ഞിട്ട് ഒന്ന് കൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ സമ്മിൽ 1 ആണുള്ളത്, 1 പ്ലസ് 2 ആയി. ദെൻ പിന്നെ വന്നത് എന്തായിരിക്കും, ഇതായിരിക്കും എന്ത് ചെയ്യുക, ഈ ലൂപ്പ് റൺ ചെയ്യുന്നവരെ അൺടിൽ എവിടം വരെ പോവും, 100 ആവുന്നവരെ ഇതായിരിക്കും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അങ്ങനെ ചെയ്ത് അവസാനം സമ്മിൽ എന്തുണ്ടായിരിക്കും, ടോട്ടൽ ഈ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് കൂട്ടിയതിന്റെ വാല്യൂ എവിടെ ഉണ്ടായിരിക്കും, ഈ സമ്മിൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ ലൂപ്പിന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞ് ഇത് 101 ആകുമ്പോൾ നമ്മൾ എക്സിറ്റ് ആവും. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, വി ആർ ഗോയിങ് ടു പ്രിന്റ് ദാറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ആപ്പൻ ചെയ്യുക. അപ്പോൾ ലൂപ്സ് ഇനിയും കൺഫ്യൂഷനുള്ള ആളുകൾ വാച്ച് ദിസ് വീഡിയോ ആൻഡ് യു വിൽ ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ എന്നുള്ള കാര്യം. മേ ബി ചിലപ്പോൾ നിങ്ങൾ ലൂപ്പ് പഠിച്ചപ്പോൾ കാഷ്വൽ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചപ്പോൾ കാഷ്വൽ ആയിട്ട് എന്താണ് ഹാപ്പൻ ചെയ്യുന്നതെന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കില്ല, നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഹാപ്പൻ ചെയ്യുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആ ലൂപ്പിനെ കുറിച്ചൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ഇവിടെ ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. ഇപ്പോൾ നമുക്ക് 50 മുതൽ 100 വരെയുള്ള, അല്ലെങ്കിൽ ഒരു റേഞ്ച് നിങ്ങൾ എടുക്കുക, 50 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഇവിടെ ഞാനിത് കളയുന്നുണ്ട്. എന്നിട്ട് എനിക്ക് വേണ്ടത് ഇതാണ്, ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 50 and 100 എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് എനിക്ക് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ എന്തായിരിക്കും, നമുക്ക് ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി, സം ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്റ്റാർട്ടിങ് എന്തായിരിക്കും, എവിടെ നിന്ന് തുടങ്ങുക, 50 മുതൽ എന്ന് പറഞ്ഞു, എവിടെ വരെയെന്ന് ഞാൻ പറഞ്ഞു, 100 വരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ എഴുതി. ഇനി ഇതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ദിസ് കോഡ് ഇസ് നോട്ട് സി. ഓക്കെ, സജഷൻ വന്നത് ഓക്കെ, ഇങ്ങനെ എഴുതി. ആൻഡ് ഇവിടെ some of you ask me what is that tool, ആ എക്സ്റ്റൻഷൻ ഏതാണെന്ന് ചോദിച്ചിരുന്നു. ഈ ഓട്ടോ സജഷൻ വരുന്നത് അത് ബ്ലാക്ക് ബോക്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇനീഷ്യലി പഠിക്കുമ്പോൾ അത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാനത് ഉപയോഗിക്കുന്നു എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി. അതിൻ്റെ പേര് ബ്ലാക്ക് ബോക്സ് എന്നാണ്. ഇതാണത്, ബ്ലാക്ക് ബോക്സ്. ഓക്കെ, യു ക്യാൻ ഇൻസ്റ്റാൾ ദിസ് തിങ്. ആൻഡ് ഇത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സിംപ്ലി ചെയ്യാം. ജസ്റ്റ് ബ്ലാക്ക് ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളൊരു കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രോംപ്റ്റുകൾ, സജഷൻസ് വന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, എനിക്ക് വേണ്ടത് ഇവിടെ എനിക്ക് പ്രിന്റ് ചെയ്യണം. എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത് എന്താണ്, ഈവൻ നമ്പേഴ്സാണ്. ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ആ നമ്പർ ഈവൻ ആണോ ഓടാണോ നോക്കണം. പക്ഷേ ഇവിടുത്തെ കേസിൽ, ഇപ്പം ഞാൻ എഴുതിയ കേസിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ 2 വെച്ച് കൂട്ടിയാൽ പോകുന്നത്. ആദ്യം 50 എടുത്തു, പിന്നെ 52 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ യു ജസ്റ്റ് പ്രിന്റ് ദാറ്റ് ഐ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈവൻ നമ്പർ കിട്ടും. ലെറ്റ് മീ റൺ ദിസ്. ഇവിടെ വന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ 50, 52, 54. പക്ഷെ ഇതല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ ഐ പ്ലസ് പ്ലസ് ആണ് ചെയ്യുന്നതെങ്കിലും അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം. ആദ്യം 50 ആയി, 51 ആയി, 52 ആയി, 53 ആവും, അങ്ങനെ പോകും. അപ്പോൾ ഓരോ ഐയും എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇഫ് പഠിച്ചിട്ടുണ്ട്. ഇഫ് ഐ
റിമൈൻഡർ എടുത്താൽ മതി. ഒരു നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ അതിന്റെ റിമൈൻഡർ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാം, 0 ആയിരിക്കും. അപ്പൊ നമ്മൾ imood 2 ചെയ്യുക. imood 2 ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതെടുത്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് പ്രിന്റ് ചെയ്യും ലൈക്ക് ദിസ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, വി ആർ നോട്ട് ഗോയിങ് ടു പ്രിന്റ് ദാറ്റ്. ഓക്കെ, സെയിം എക്സാക്ട്ലി ഇതിന്റെ സെയിം റിസൾട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ സെയിം എക്സാക്ട്ലി സെയിം റിസൾട്ട് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിൾ ഒരു പ്രോംപ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി, ഇവിടെ i പ്ലസ് ഈക്വൽ ടു 2 എന്ന് എഴുതി കഴിഞ്ഞാൽ 2 വെച്ച് കൂട്ടിക്കോളും, 50 52 പോകും. പിന്നെ നമ്മളോട് ചെക്ക് നടത്തേണ്ട ആവശ്യമില്ല. ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻഫൈനൈറ്റ് ലൂപ്സ് ഒക്കെ വരും. അതായത് നമ്മളെ കണ്ടീഷൻ ഒന്നും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ലൂപ്സ് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ദ ട്രഡീഷണൽ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഫോർ ലൂപ്പ് എന്നുള്ള കാര്യം. ഇനി നമുക്കുള്ളത് വേറൊരു ഫ്ലേവർ ഉണ്ട് ഇതിന്റെ ഫോർ ലൂപ്പിന്റെ തന്നെ വേറൊരു ഫ്ലേവറാണ് ഫോർ ഈച്ച് ലൂപ്പ് എന്ന് പറയുന്നത്. അതും ജസ്റ്റ് എന്താണെന്ന് നോക്കാം ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ അഗെയിൻ എൻ്റെ വോൾ കോഡ് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി എഴുതുകയാണ്, വോയിഡ് മെയിൻ എന്ന് എഴുതി. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് ഐ നീഡ് എ ഫോർ ഈച്ച് ലൂപ്പ്. ഓക്കെ, ഫോർ ഈച്ച് ലൂപ്പ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റം ലിസ്റ്റിനകത്തുകൂടി ഐറ്ററേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി. അതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ലിസ്റ്റ് അല്ലെങ്കിൽ കളക്ഷനകത്തുകൂടി. ഇവിടെ നമുക്ക് ലിസ്റ്റ് ഓർ കളക്ഷനകത്തുകൂടി ഐറ്ററേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ സാധാരണ എന്ത് ഉപയോഗിക്കുക, ഫോർ ഈച്ച് ലൂപ്പ് ഒക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫോർ ഇൻ ലൂപ്പ് ഒക്കെ ഉപയോഗിക്കുക. ഇതിന്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. യു ക്യാൻ ഹാവ് ദ കളക്ഷൻ നെയിം കളക്ഷൻ ഡോട്ട് ഫോർ ഈച്ച്. എഫ് സ്മോൾ ലെറ്റർ ആണ്, ഇ ക്യാപിറ്റൽ ആണ്. ദാറ്റ് ഇസ് എ മെത്തേഡ് ഫോർ ഈച്ച്. ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഡിഫൈൻ യുവർ വോയിഡ് ഫംഗ്ഷൻ ദെൻ യുവർ വാല്യൂ. ആൻഡ് ഡോണ്ട് വറി അബൌട്ട് ദ സിൻടാക്സ്, ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ആൻഡ് അത് ഈ സിൻടാക്സ് വോയിഡ് എഫ് വാല്യൂ എന്നൊന്നും കണ്ടിട്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സാമ്പിൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, ആൻഡ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ലെറ്റ്സ് ക്രിയേറ്റ് എ ലിസ്റ്റ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ഡാറ്റ ടൈപ്പ് പഠിച്ചപ്പോൾ ബേസിക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ്. യു ക്യാൻ യൂസ് എ ലിസ്റ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കാം. ദെൻ ഐ നീഡ് എ ലിസ്റ്റ് കോൾഡ് വിച്ച് കാർസ് എന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കി. ഈക്വൽ ടു ഐ ഹാവ് സം കാർസ് ലൈക്ക് യു ഹാവ് താർ. ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള താറാണോ, അപ്പോൾ താർ ഉപയോഗിക്കാം. താർ റോക്സ് എന്ന് എഴുതാം. ഓക്കെ, ദെൻ ആൻഡ് ദിസ് തിങ് ഈസ് വാട്ട് എൽസ്. Okay, then okay, I have some car names here. Okay, put a semicolon here. You have a list here, and that's a string list. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് string specific ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടൈപ്പ് കൊടുക്കാം. This is a string list. Okay, now come down. എനിക്ക് എന്ത് ചെയ്യണം, ഐ നീഡ് ടു പ്രിന്റ് സംതിങ് ലൈക്ക് ദിസ്. ഇതിൽ ഓരോ ഇതിപ്പോൾ ഞാൻ ഇവിടെ ചുമ്മാ പ്രിന്റ് എന്ന് എഴുതിയിട്ട് കാർസ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക, വിത്ത് ദാറ്റ് ലിസ്റ്റ് നൊട്ടേഷൻ നിങ്ങൾക്ക് ഈ ലിസ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ പ്രിന്റ് ചെയ്ത് വരും. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്, ഞാൻ അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദാറ്റ് ലിസ്റ്റ് എക്സാക്ട്ലി നമ്മൾ അവിടെ എഴുതിയ അതേ സിൻടാക്സോട് കൂടി ഈ ലിസ്റ്റ് ഇവിടെ പ്രിന്റ് ചെയ്ത് തരും. പക്ഷെ ഐ നീഡ് സംതിങ് ലൈക്ക് ദിസ്. ദ കാർ നെയിം ഈസ് താർ റോക്സ്, ദ കാർ നെയിം ഈസ് BMW, ആൻഡ് ഈച്ച് വൺ ഇൻ എ ലൈൻ, ഓരോ ലൈനിൽ വരണം. ദാറ്റ് മീൻസ് യു ആർ ഐറ്ററേറ്റിംഗ് ത്രൂ ദാറ്റ് ലിസ്റ്റ്. ഫസ്റ്റ് ഇത് പ്രിന്റ് ചെയ്യുന്നു, നെക്സ്റ്റ് ഇത് പ്രിന്റ് ചെയ്യുന്നു, ഇത് പ്രിന്റ് ചെയ്യുന്നു, ഇത് പ്രിന്റ് ചെയ്യുന്നു, അങ്ങനെ ഓരോ ലൈനിൽ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. ഇതൊരു ട്രഡീഷണൽ ഫോർ ലൂപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഫോർ ഇൻറ്റ് I equal to 0 എന്ന് എഴുതി. Why it is 0? Because indexing സ്റ്റാർട്ട് ചെയ്യുന്നത്, ലിസ്റ്റിന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും എവിടെ മുതലായിരിക്കും, ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം 0. ദാറ്റ്സ് വൈ ഐ റോട്ട് 0 ഹിയർ. ആൻഡ് എവിടം വരെ പോകണം, I less than വാട്ട് ഈസ് ഇതിന്റെ ലെങ്ത്. ദാറ്റ് മീൻസ് cars dot length. ഓക്കെ, ദെൻ ഓരോ തവണ ഐറ്ററേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് കൂട്ടണം. ഓക്കെ, ദെൻ ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു റൈറ്റ് എ പ്രിന്റ് ഹിയർ. സ്ട്രിംഗ് ഇന്റർപോളേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ദ കാർ നെയിം ഈസ് എന്ന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, $i എന്ന് എഴുതി. ഓക്കെ, ഇങ്ങനെ എഴുതി. ആൻഡ് ദിസ് ഈസ് ട്രഡീഷണൽ ഫോർ ലൂപ്പ്. ഇവിടെ വന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് എഴുതാം, പ്രിന്റ് സോറി കീ മാറിയത്. ഓക്കെ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഫോർ ലൂപ്പ് എന്ന് എഴുതി. ഓക്കെ, പുട്ട് എ സെമിക്കോളൻ ഹിയർ ആൻഡ് ലെറ്റ്സ് റൺ ദിസ്. ഇത് ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നുണ്ട്, കോഡൊന്ന് കറക്റ്റ് ഇൻഡന്റേഷൻ വരാൻ വേണ്ടി. ഇനി നമുക്ക് എന്ത് വേണം, ആൻഡ് വേർ ഈസ് F11. ഓക്കെ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഞാനിത് ഒന്നുകൂടി റൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, യു ക്യാൻ സി ഇങ്ങനെ വന്നു, ദ കാർ നെയിം ഈസ് 0, ദ കാർ നെയിം ഈസ് 1, ദ കാർ നെയിം ഈസ് 2, ദ കാർ നെയിം ഈസ് 3. ആൻഡ് യു ആർ ആക്ച്വലി പ്രിന്റിങ്. നേരത്തെ നമ്മൾ ഐ ആണ് നേരത്തെ പ്രിന്റ് ചെയ്തത്. ആൻഡ് ഇവിടെ ഐ പ്രിന്റ് ചെയ്താലുള്ള പ്രശ്നം എന്തായിരിക്കും, ഐ ഈസ് ആക്ച്വലി ദിസ് തിങ്. ഐ
ഐ ഇതാണ്, ഇതാണ് ഇവിടുത്തെ ഐ 0 എന്നെഴുതി, ആൻഡ് ദിസ് ഇസ് 1 ആൻഡ് ദിസ് ഇസ് 2 and this is 3. Why you are not getting this values? Because നമുക്കിതൊരു ലിസ്റ്റാണ്. അപ്പോൾ ഒരു ലിസ്റ്റിലെ വാല്യൂ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാം എന്ത്. ഇപ്പോൾ ഈ ലിസ്റ്റിലെ ഫസ്റ്റ് ഐറ്റം ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എഴുതേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പ്രിന്റ് കാർസ് എന്ന് എഴുതിയിട്ട് നമ്മൾ 0 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് എഴുതേണ്ടി വരിക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? താർ റോക്സ് എന്ന് കിട്ടും. ആൻഡ് പക്ഷെ നമ്മൾ ഇവിടെ ഐന്നേ എടുത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? കാർസ് എന്നുള്ള ലിസ്റ്റിനെ കോൾ ചെയ്തിട്ട് അതിലെ ഐ എന്ത് ചെയ്യണം? കോൾ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഐറ്ററേഷനിൽ ഐ 0 ആണ്. അപ്പോൾ കാർസ് ഓഫ് 0 എന്ന് വരും. അപ്പോൾ നമുക്കിത് കാർ നെയിം ഈസ് ഇത് കിട്ടും. അടുത്ത ഐറ്ററേഷനിൽ ഐ ഒന്ന് കൂടുന്നുണ്ട്. അപ്പോൾ ഐ 2 ആവും, ഐ 1 ആവും. അപ്പോൾ എന്ത് വരും? BM എന്ന് വരും, ദെൻ റാംഗ്ലർ എന്ന് വരും, അങ്ങനെ പോകും. അപ്പോൾ ഇനി ഇതൊന്ന് റൺ ചെയ്താലോ? ഇനി ഞാൻ ഇത് റൺ ചെയ്യാണ്. അപ്പോൾ ഇവിടെ റൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? യു ഗോട്ട് ദ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇത് നമ്മൾ ഉപയോഗിച്ചത് ഏതാണ്? ട്രഡീഷണൽ ഫോർ ലൂപ്പാണ് ഉപയോഗിച്ചത്. പക്ഷെ നമുക്ക് ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യണം? ഐ നീഡ് ടു യൂസ് ഫോർ ഈച്ച് ലൂപ്പ് ഉപയോഗിക്കണം. ദിസ് ഇസ് ഫോർ ഈച്ച് ലൂപ്പ്. ഇതേ കാര്യം നിങ്ങൾക്ക് ഒന്നുകൂടി എഫിഷ്യൻ്റ് ആയിട്ട്. ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല, ഇവിടെയുള്ള നമുക്ക് എവിടെ തുടങ്ങണമെന്ന് നമ്മൾ എഴുതണം, എവിടെ തീരണമെന്ന് നമ്മൾ എഴുതണം, എത്ര ഇൻക്രിമെന്റ് ചെയ്യണം നമ്മൾ എഴുതണം. അങ്ങനത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ് സ്പെസിഫൈ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എവിടെ തുടങ്ങി എവിടെ തീരണം, എത്ര പ്രാവശ്യം ചെയ്യണം, അങ്ങനത്തെ കാര്യമൊക്കെ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യണം. പക്ഷെ ഒരു ഫോർ ഈച്ച് ലൂപ്പാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അതിന്റെ സിന്റാക്സ് നമുക്കറിയാം. കളക്ഷൻ നെയിമിനെ കോൾ ചെയ്യുക. വാട്ട് ഈസ് എ കളക്ഷൻ നെയിം? കാർസ് ആണ്. ദെൻ കോൾ ചെയ്യുക ഫോർ ഈച്ച് കാർസ് ഡോട്ട് ഫോർ ഈച്ചിനെ കോൾ ചെയ്യുക. ഫോർ ഈച്ച്. Okay, now you got a function here. This is that f value എന്നൊക്കെ നമ്മൾ എഴുതിയ സാധനമാണെന്ത് ഈ വന്നേക്കുന്നത്. ആൻഡ് റിമെമ്പർ യു ഹാവ് ടു പുട്ട് എ സെമിക്കോളൻ ഹിയർ. ആൻഡ് ഇവിടെ ഫോർ ഈച്ച് മെത്തേഡിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ പാസ് ചെയ്തിരിക്കുകയാണ്. വാട്ട് അബൌട്ട് ദിസ് തിങ്? നമ്മൾ ഫംഗ്ഷൻസ് പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ എക്സ്പ്ലെയിൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ ഫംഗ്ഷന് പേരില്ല. ഇവിടെ ഫംഗ്ഷൻസ് നമ്മളിപ്പോൾ സി ഒക്കെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മളൊരു ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എഴുതുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം യു ഹാവ് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നെയിമാണ്. Then you have parameter list, then you have the function body. ഇതും കമ്പയർ ചെയ്താൽ ഇവിടെ ഇതൊക്കെ ഉണ്ട്. ബോഡി ഉണ്ട്, യുവർ പാരാമീറ്റർ ലിസ്റ്റ്. വാട്ട് ഇസ് മിസ്സിംഗ് ഹിയർ? യുവർ ഫംഗ്ഷൻ നെയിം. ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷന്റെ പാരാമീറ്റർ ആയിട്ട് വേറൊരു ഫംഗ്ഷൻ അതിൽ ഉള്ളിലേക്ക് പാസ് ചെയ്തേക്കാണ്. അപ്പോൾ ഇവിടെ ദിസ് തിങ് ഇസ് കോൾഡ് എ കോൾ ബാക്ക് ഫംഗ്ഷൻ. ഇതൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ കോൾ ബാക്ക് ഫംഗ്ഷന് എന്തില്ല? പേരില്ല. അത്തരം ഫംഗ്ഷനെ നമ്മൾ അനോണിമസ് ഫംഗ്ഷൻ എന്നൊക്കെയാണ് വിളിക്കുക. നമ്മൾ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത്, നമുക്കിപ്പോൾ ഈ ഇതിനകത്തൂടി ഈ കാർസ് എന്നുള്ള ലിസ്റ്റിനകത്തൂടി നമുക്ക് ഐറ്ററേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമ്മളൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ എഴുതി ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഓരോ കാർ എടുക്കും. അതായത് കാർസ് ലിസ്റ്റിലെ ഫസ്റ്റ് കാർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്? ലെറ്റ് മി പ്രിന്റ് ദാറ്റ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്? ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? അതിനകത്തുള്ള ആ കാർ എന്ത് ചെയ്യണം? ആ ഐറ്റം പ്രിന്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ നേരത്തെ എഴുതിയതും ഇതും തമ്മിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് എവിടെ തുടങ്ങണമെന്നോ എവിടെ തീരണമെന്നൊന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ലിസ്റ്റ്, ദെൻ ടേക്ക് ഈച്ച് വൺ. ഓരോന്നും എടുത്തിട്ട് എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യുക. അപ്പൊ ഇതാണ് ഇവിടുത്തെ എന്ത്? ദാറ്റ് എലമെന്റ്. അതായത് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുന്ന എലമെന്റ്. നേരത്തെ നമ്മൾ ഇൻഡെക്സിലൂടെയാണ് പോയത്. ഇവിടെ നമ്മൾ എലമെന്റിൽ കൂടെ തന്നെയാണ് പോകുന്നത്, ഇൻഡെക്സിലൂടെ അല്ല. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാനിത് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി റൺ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു ഗോട്ട് സംതിങ് ലൈക്ക് ദിസ്. താർ റോക്സ്, BM, റാംഗ്ലർ, ടെസ്ല. ഇവിടെ നമ്മൾ ഇത് എഴുതാത്തതുകൊണ്ടാണ്. ഇത് വരണമെന്നുണ്ടെങ്കിൽ, ഇതേപോലെ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ലെറ്റ് മീ കോപ്പി ദ എൻറ്റയർ പ്രിന്റ്. ഓക്കെ, നമുക്കത് ജസ്റ്റ് എക്സാക്ട്ലി അത് തന്നെയാണോ കിട്ടുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഐ ഒന്നും വേണ്ട. ഓക്കെ, ജസ്റ്റ് കാർ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക? ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ക്ലിയർ ചെയ്തു, റൺ ചെയ്തു, ആൻഡ് യു ഗോട്ട് എക്സാക്ട്ലി ദ സെയിം റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ലിസ്റ്റിനകത്തൂടി, ഒരു കളക്ഷനകത്തൂടി ഫോർ ഈച്ച് ലൂപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്? ഐറ്ററേറ്റ് ചെയ്ത് പോകുന്നത്. ആൻഡ് യു ക്യാൻ ട്രൈ മോർ എക്സാമ്പിൾസ്. ഞാൻ എഴുതണമെങ്കിൽ ഒരു എക്സാമ്പിളൂടെ എഴുതാം. ഇനി ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു എക്സാമ്പിളൂടെ എഴുതാം. ആൻഡ് ലിസ്റ്റ്, യു ഹാവ് എ ലിസ്റ്റ് ഓഫ് സം നമ്പേഴ്സ്. ലിസ്റ്റ് numbers equal to, let's have some numbers. Number list ആണ്. 1, 2, 4, 5, 6, 3, what else? 6, 0 എന്ന് ഞാൻ എഴുതിയത്. This is a number list, and if you want you can specify the type here, that is int. Okay, then I need to find the sum of all numbers here. ഈ ലിസ്റ്റിനകത്തുള്ള എല്ലാ നമ്പറും കൂട്ടി എനിക്ക് കിട്ടണം. സോ യു ക്യാൻ ഹാവ് ഇൻറ്റ് ടോട്ടൽ. ഇതെല്ലാം ഇൻറ്റീജർ ലിസ്റ്റ് ആണ്. അപ്പോൾ അതിന്റെ സം എപ്പോഴും ഒരു ഇൻറ്റീജർ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇൻറ്റ് ടോട്ടൽ ഈക്വൽ ടു 0 എന്ന് എഴുതി.
ഇനി ഇത് ഫോർ ഈച്ച് ലൂപ്പ് വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, കോൾ ദ ലിസ്റ്റ് നമ്പേഴ്സ് ഡോട്ട് ഫോർ ഈച്ച്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓരോ നമ്പറും എന്ത് ചെയ്യണം, കൂട്ടണം. അപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയല്ലോ. ആൻഡ് ഇവിടെ എന്ത് ചെയ്യണം, ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോട്ടൽ പ്ലസ് ഈക്വൽ ടു എന്തായിരിക്കും, എലമെന്റ് എന്നല്ലേ ഇവിടെ ഉള്ളത്, എലമെന്റ്. ആൻഡ് ഇവിടെ ഈ എലമെന്റ് എന്നുള്ള പേര് അതേപോലെ ഉപയോഗിക്കാം, ഡോണ്ട് വറി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തും ആക്കാം. യു ക്യാൻ മേക്ക് ദിസ് ആൻ ഐ ആക്കാം. അപ്പോൾ എന്തായിരിക്കും, ഇത് ഐ ആയി മാറും. അതായത് നമ്മൾ ആ മൂവ് ചെയ്യുന്നത് അറ്റ് എ ടൈം ഒരു എലമെന്റ് എടുക്കുന്നു എന്നുള്ളതാണ്. ആ എലമെന്റിന് എന്ത് പേര് വേണം, ഇത് ഈസ് ആക്ച്വലി യുവർ കൗണ്ടർ വേരിയബിൾ. ഇതിന് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം, അത് നിങ്ങളെ ഇഷ്ടമാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു കാർഡ്സ് ലിസ്റ്റിലൂടെ പോയപ്പോൾ അതിനെ ഒരു സിംഗിൾ കാർ എന്ന് വിളിച്ചു. ഇതൊരു നമ്പർ ലിസ്റ്റിലൂടെ പോകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ സിംഗിൾ നമ്പർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഹിയർ ലൈക്ക് ദിസ് നമ്പർ. ഓക്കെ, ആൻഡ് ഇവിടെ അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ കോൾ ചെയ്യാം. ഇതിനെ ഒന്നുകൂടി ചെറുതാക്കിയൊക്കെ ഇനി ഒരു ആവറേജ് കാണണമെങ്കിലും. ഇപ്പൊ ഞാൻ ഇത് സം ചെയ്തു. ഇതാണ് നമ്മളുടെ ഫോർ ലൂപ്പ്. ഇവിടെ എനിക്കിതിന്റെ സം പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ടോട്ടൽ എന്ന് ഞാൻ പ്രിന്റ് ചെയ്തു. ടോട്ടൽ നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ, ടോട്ടൽ ഞാൻ പ്രിന്റ് ചെയ്തു. ഇതിനകത്ത് 1, 2, 3, 4, 7, 7, 5, 12, 6, 18 നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ടോട്ടൽ കിട്ടേണ്ടത്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ യു ഗോട്ട് 18. ഓക്കെ, ഐ നീഡ് ടു ഫൈൻഡ് ദ ആവറേജ്. ആവറേജ് കാണണമെങ്കിലും ടോട്ടൽ 18 ആണ്. ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആവറേജ് എപ്പോഴും ഡബിൾ വാല്യൂ ആയിരിക്കും. ബിക്കോസ് നമുക്ക് എന്തായിരിക്കും ആവറേജ്, സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇൻസ്റ്റൻസ് ആണ്. അപ്പോൾ ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ ദറ്റ് ലെങ്ത്, നമ്പേഴ്സിന്റെ ലെങ്ത്. ഇപ്പം നമുക്ക് ഓൾറെഡി അറിയാം, പക്ഷെ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ എഴുതി. ഓക്കെ, ആൻഡ് പ്രിന്റ് ആവറേജ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് റൺ ദിസ്. ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 3.0 ബിക്കോസ് 6 ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. 1, 2, 3, 4, 5, 6 ആൻഡ് 18/6 എന്ന് പറയുന്നത് 3 ആണ്. ദാറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇനി ജസ്റ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഒരു കാര്യത്തിൽ ഇത് ഞാൻ ഇങ്ങനെ എഴുതി, ഒന്നുകൂടി നിങ്ങൾക്ക് റീഡബിലിറ്റിക്ക് വേണ്ടി. ഈ ഫംഗ്ഷന്, ഈ അനോണിമസ് ഫംഗ്ഷൻ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിനെ ഒരു ആരോ ഫംഗ്ഷൻ ആക്കി എഴുതാം. ഫംഗ്ഷൻസ് പറയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഡോണ്ട് വറി. ആരോ ഫംഗ്ഷൻ ആക്കി എഴുതാം. ആരോ ഫംഗ്ഷൻ ആക്കി എഴുതുന്നത് എങ്ങനെയായിരിക്കും, അതായത് നിങ്ങളുടെ ഫംഗ്ഷൻ ബോഡിയിൽ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരു ആരോ ഫംഗ്ഷൻ ആക്കി എഴുതാം. ഗെറ്റ് റിഡ് ഓഫ് ദിസ് കേർലി ബ്രേസസ്, then you can use the arrow notation and you can paste it here. and ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, നോ നീഡ് ഓഫ് ദിസ് തിങ്, ആ കേർലി ബ്രേസ് സെമി കോളനോട് ആവശ്യമില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫോർമാറ്റ് ചെയ്തു. ആൻഡ് ദിസ് നൗ യു ക്യാൻ സി, ഇത് നിങ്ങളുടെ ലൂപ്പിനകത്തുകൂടി ട്രാവൽ ചെയ്ത് സം ചെയ്യുന്ന കോഡിന്റെ ഒരു സിംഗിൾ ലൈനിൽ നമ്മൾ എഴുതി. ഓക്കെ, നേരത്തെ നമ്മൾ കൺവെൻഷണൽ ഫോർ ലൂപ്പ് വെച്ച് എഴുതിയപ്പോൾ ഉണ്ടായിരുന്ന കോംപ്ലക്സിറ്റി ഒന്നും ഇവിടെ ഇല്ല. ഇറ്റ്സ് വെരി എഫിഷ്യൻറ്റ്, വളരെ വളരെ എന്തായിരിക്കും ഒപ്റ്റിമൈസ്ഡ് സ്റ്റാൻഡേർഡ് കോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താണെന്ന് ഓർത്തിരിക്കുക. ദിസ് തിങ് ഈസ് കോൾഡ് ആരോ ഫംഗ്ഷൻ. ദിസ് ഈസ് എൻ അനോണിമസ് ഫംഗ്ഷൻ ആൻഡ് വിൽ ഡിസ്കസ് ഓൾ ദീസ് ഇൻ ഡീറ്റെയിൽ വൈൽ വി ആർ ലേണിംഗ് ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മളുടെ ഫോർ ഈച്ച് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇത് ഞാൻ മാറ്റി എഴുതിയിട്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഡൗട്ട് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ റൺ ദിസ് ആൻഡ് യു വിൽ ഗെറ്റ് എക്സാക്ട്ലി ദ സെയിം റിസൾട്ട്. ഓക്കെ, അപ്പൊ ട്രൈ ദിസ് ആൻഡ് ഫോർ ഈച്ച് ലൂപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സിമ്പിൾ ലിസ്റ്റ് ഒക്കെ എഴുതി ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതേപോലെ നമുക്ക് എന്തുണ്ട്, യു ഹാവ് ഫോർ ഇൻ ലൂപ്പ്. ഓക്കെ, ഫോർ ഇൻ ലൂപ്പ് എന്ന് പറയുന്നത് ഇതേ കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫോർ ഇൻ ലൂപ്പ് വെച്ച് ചെയ്യാം. അത് ചെയ്യുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ നമ്മളുടെ കാർഡ്സ് ലിസ്റ്റിനകത്തൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഫോർ ഇൻ ലൂപ്പ് വെച്ച് ട്രാവേഴ്സ് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫോർ എന്ന് കോൾ ചെയ്തു ആൻഡ് നിങ്ങൾക്കൊരു വേരിയബിൾ ഇവിടെ എന്ത് ചെയ്തു, സ്ട്രിങ് കാർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ എഴുതി. ഇൻ വാട്ട് ഈസ് ദ ലിസ്റ്റ്, കാർഡ്സ് ലിസ്റ്റിനകത്തൂടെ പോകണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, യോ പ്രിന്റ് ദാറ്റ് കാർ. വെരി സിമ്പിൾ. ആൻഡ് റിമെമ്പർ, ഇവിടെ ഇത് നമ്മളൊരു നമ്പർ ലിസ്റ്റിലൂടെയാണ് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർ, ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുന്നത് സ്ട്രിങ് നമ്പർ ഇൻ നമ്പേഴ്സ് എന്നെഴുതി. ഓക്കെ, നൗ യു ഗോട്ട് an error here. What is the error here? ഇവിടുത്തെ എറർ ഉണ്ടോ, for loop must implement iterable and ഓക്കെ. ആൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, പ്രിന്റ്
നമ്പർ എന്ന് എഴുതി. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ദിസ് ഇസ് ആക്ച്വലി ഇതെന്തായിരിക്കും, ഇത് ആക്ച്വലി നമ്പർ ഒരു ഇൻറ്റീജർ ലിസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ഇൻറ്റ് എന്നാക്കിയത്. ഇപ്പോൾ കണ്ടോ എറർ പോയത്. അപ്പോൾ നിങ്ങൾ ട്രാവേഴ്സ് ചെയ്യുന്ന ലിസ്റ്റിൻ്റെ ടൈപ്പ് ഉണ്ടെങ്കിൽ ആ സ്പെസിഫിക് ടൈപ്പിലുള്ള ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഏത് ലിസ്റ്റിനകത്തുകൂടി, നമ്പേഴ്സ് ലിസ്റ്റിനകത്തുകൂടി. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ഇതിനകത്ത് ചെയ്യാം. ഇതാണ് ചെയ്യേണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ആവറേജ് അല്ലെങ്കിൽ അതിൻ്റെ സമ്മാണ് എടുക്കണമെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ് ഇൻസൈഡ് ദിസ് തിങ്. എക്സാക്ട്ലി നമുക്ക് കിട്ടാൻ പോകുന്ന എന്തായിരിക്കും, നേരത്തെ വെച്ച ആ ഫോർ ലൂപ്പ് വെച്ച് നിങ്ങൾ ചെയ്ത കാര്യം എന്താണോ അതന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫോർ ഈച്ചും ഫോർ ഇൻ ലൂപ്പൊക്കെ വെച്ച് ചെയ്തത് എന്താണോ അതന്നെ ആയിരിക്കും നമുക്ക് ഇവിടെ എക്സാക്ട്ലി എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മളുടെ എന്ത്, ഫോർ ഈച്ച് ലൂപ്പ്, ഫോർ ഇൻ ലൂപ്പ്. ഒറ്റൊരു കോംപ്ലക്സിറ്റിയും കൂടി ഇതിനകത്ത് കാണിച്ചു തരാം. സംടൈംസ് നമുക്ക് ഇങ്ങനെ വേണ്ടി വരും, വോയിഡ് മെയിൻ, ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതി. എനിക്ക് വേണ്ടത് ലെറ്റ് മീ ഹാവ് എ ലിസ്റ്റ് സ്ട്രിങ്, ഐ നീഡ് നെയിംസ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് ഐ ഹാവ് സം നെയിം, യു ഹാവ് അജിത്, ദെൻ okay, I have some names and let me include me in that name. Okay, then okay, I have some names. I need to get something like this. നിങ്ങൾക്ക് എന്ത് വേണം, അതായത് ഇതിനെ കീ വാല്യൂ പേരുകളായിട്ട് മാറ്റണം. എന്തായിരിക്കും അത് മീൻ ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഇൻഡെക്സ്ഡ് ആണ്. 0th ഇൻഡെക്സിൽ അജിത്തും ഫസ്റ്റ് ഇൻഡെക്സിൽ റഹീം, അങ്ങനെ ആയിരിക്കും പോവുക. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, ലെറ്റ് മീ റൈറ്റ് ദാറ്റ് കോഡ്. ഇപ്പോൾ നമുക്ക് വേണ്ടത് നെയിംസ് ലിസ്റ്റിനെ കോൾ ചെയ്തു, ഡോട്ട് ആസ് മാപ്പ് കോൾ ചെയ്യണം, ആസ് മാപ്പ്. ഓക്കെ, ആൻഡ് ഡോണ്ട് വറി, നമ്മൾ ലിസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ മാപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിലെ മെത്തേഡ്സ് ഒക്കെ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാണ് ഫോർ ഈച്ച്. നൗ യു ക്യാൻ സീ 2 വേരിയബിൾസ് ഹിയർ, എ കീ ആൻഡ് എ വാല്യൂ. മാപ്പ് നിങ്ങൾക്കറിയാം, മാപ്പിനകത്ത് എപ്പോഴും എന്തുണ്ടായിരിക്കും, ഒരു കീയും കറസ്പോണ്ടിങ് വാല്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഓരോ ഐറ്റം എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യാണ്, കീ എന്നുള്ളതും അല്ലെങ്കിൽ കീ വാല്യൂ ആയിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ആസ് മാപ്പ് മെത്തേഡ് ചെയ്യുന്നത് കൺവേർട്സ് ദ ലിസ്റ്റ് ഇൻ ടു എ മാപ്പ് വേർ ദ കീസ് ആർ ദ ഇൻഡെക്സ് ആൻഡ് വാല്യൂസ് ആർ ദ എലമെന്റ്. അങ്ങനെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ലെറ്റ് മീ പ്രിന്റ് ദാറ്റ്. ഇതിനകത്ത് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നെയിംസ് എടുത്തു. എന്തൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്യണം, നെയിംസ് അല്ല, പ്രിന്റ് എടുത്തു. എന്നിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, ഐ നീഡ് ടു പ്രിന്റ് ഡോളർ വാല്യൂ പ്രിന്റ് ചെയ്യണം. അതിൻ്റെ ഇൻഡെക്സ് എന്താണെന്നുള്ളത് വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്തു. വാല്യൂ, സോറി സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, വാല്യൂ ഉണ്ട്. ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ഈസ് ഡോളർ ഇൻഡെക്സ് എന്ന് എഴുതി. അല്ല, കീ എന്നാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ആൻഡ് ദിസ് ഈസ് കീ ആണ് ആക്ച്വലി എന്ത്, ഇൻഡെക്സ്. നമുക്കിത് ഇൻഡെക്സ് എന്നാക്കാം, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി. കീ വാല്യൂ തന്നെയാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഇൻഡെക്സ്, ഡോളർ ഇൻഡെക്സ്. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താ കിട്ടുക എന്നുള്ളത്. ക്ലിയർ ചെയ്തു. എന്നിട്ട് ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്തു, ഇവിടെ റൺ ചെയ്തു. നൗ യു ക്യാൻ സി അജിത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആണ്, റഹീം 1 ആണ്. ഇപ്പൊ എന്തായിരിക്കും ചെയ്തത്, നമ്മൾ ആസ് മാപ്പ് മെത്തേഡാണ് ഉപയോഗിച്ചത്. നെയിംസ് ഡോട്ട് ആസ് മാപ്പ് ആദ്യം അതിനൊരു മാപ്പായിട്ടാണ് മാറ്റി. എന്നുവെച്ചാൽ 0 ഇത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്താലോ, പ്രിന്റ് നെയിംസ് ഡോട്ട് ആസ് മാപ്പ് എന്ന് ഞാൻ ചെയ്തു, ആസ് മാപ്പ് ആൻഡ് പുട്ട് എ സെമിക്കോളൻ ആൻഡ് റൺ ദിസ്. നമുക്ക് ഇവിടെ റൺ ചെയ്ത് നോക്കാം. ഇവിടെ റൺ ചെയ്തു. നൗ യു ക്യാൻ സീ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. ആദ്യം നമ്മൾ അതിനെ എന്താക്കി മാറ്റി, ഒരു മാപ്പാക്കി മാറ്റി. എന്നിട്ട് ആ മാപ്പിനകത്തൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, മാപ്പ് ഒരു കളക്ഷൻ തന്നെയാണ്, ആ മാപ്പിനകത്തൂടെ ഐട്രേറ്റ് ചെയ്തു. മാപ്പിനകത്തൂടെ ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് ഇല്ല, അവിടെ കീ ആണുള്ളത്, കീ വാല്യൂ എന്നുള്ള ഇതിലുള്ളത്. അതാണ് ഇവിടെ ഹാപ്പൻ ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ലിസ്റ്റ് മാത്രമല്ല എന്ന് ഓർക്കുക, മാപ്പിനകത്തൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർ ഈച്ച് ലൂപ്പ് ഉപയോഗിച്ചും ഫോർ ഇൻ ലൂപ്പ് ഉപയോഗിച്ചും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഐട്രേറ്റ്. ഓക്കെ ആണോ? ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർ ഈച്ച് ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആൻഡ് വി ഹാവ് 2 more loops, വൈൽ ലൂപ്പ് ഉണ്ട് ആൻഡ് ഡു വൈൽ ലൂപ്പ് ഉണ്ട്. ആൻഡ് വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ അനദർ വീഡിയോ, വൈൽ ലൂപ്പ് എന്താണെന്നും ഫോർ ലൂപ്പ് ഡു വൈൽ ലൂപ്പ് എന്താണെന്നും. ഓക്കെ, അപ്പോൾ ചെയ്തു നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഒരാൾ കോഡ് എഴുതുമ്പോൾ അത് കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളത്. പക്ഷേ നമ്മൾ എഴുതുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോഡിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ,
റൈറ്റ് ലോഡ് ഓഫ് കോഡ്, കുറേ കോഡ് എഴുതുക. അപ്പോൾ അതിൽ തെറ്റ് വരും, തെറ്റ് പിന്നെയും അത് കറക്റ്റ് ചെയ്യാൻ പഠിക്കുക. അതിലെന്താണ് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ജസ്റ്റ് അതിന് ഇൻഡെപ്ത് ആയിട്ട് പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കോഡിങ് എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ആൻഡ് എക്സാമ്പിൾസ് ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് ആ എക്സാമ്പിൾ നിങ്ങൾക്ക് അതിനെ കോഡാക്കി മാറ്റാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഗ്രാമിംഗ് ചെയ്യാൻ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഏത് ലാംഗ്വേജും അങ്ങനെ തന്നെയാണ്. ഫ്ലട്ടർ വരുമ്പോൾ നിങ്ങൾക്ക് UI ചിലപ്പോൾ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ വൈ ഡാർട്ട് എന്നുള്ള ചോദ്യമുണ്ട്. നിങ്ങൾ എന്തിന് ഇത്രയും ടൈം കളയുന്നത്? പക്ഷേ ഡാർട്ടാണ് ഇതിൻ്റെ ഹാർട്ട് ആൻഡ് സോൾ. അപ്പോൾ നിങ്ങൾക്ക് ഡാർട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏത് ആപ്പും അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലൊക്കെ ഉണ്ട്. ഓർ മേ ബി ചില ആളുകൾക്ക് എൻ്റെ പേഴ്സണൽ കോൺടാക്ട് നമ്പറൊക്കെ അറിയുന്നവരുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എന്നെ മിക്കവാറും മെസ്സേജ് ചെയ്യലുണ്ട് കുട്ടികൾ. എനിക്ക് ടൈം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ റിപ്ലൈയും കൊടുക്കാറുണ്ട്. ആരെയും ഞാൻ നിരുത്സാഹപ്പെടുത്താറില്ല, എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമൻസിലൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ആവശ്യപ്പെടാറില്ല, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അതിന് തിരിച്ചൊരു റെസ്പോൺസ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ, താങ്ക് യു.